ഇപ്പോൾ അഭിജിത് ദീപ് കെ ടൈഫോയിഡ് ബാധിച്ച് കിടക്കുന്ന അഭിജിത് ദീപ് കെ ആണ് എന്നത് പ്രേക്ഷകർ. അഭിജിത് ദീപ് കെ ടൈഫോയിഡ് ബാധിച്ച് കിടക്കുകയാണ്. സൗരവ് ദാസ് ഉണ്ട്. CJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ജന്തർ മന്ദിറിൽ തങ്ങളുടെ അണികളോട്, തങ്ങൾക്കൊപ്പം നിന്നവരോട്, യുവജനതയോട്, ആ കരുത്തിന് പിന്നിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളോടും നന്ദി പറയുന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് നമുക്ക് ആ രാജിക്കത്ത് കൂടി പ്രേക്ഷകർക്ക് നൽകാവുന്നതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ അയച്ചിരിക്കുന്ന രാജിക്കത്ത് ഇപ്പോൾ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജന്തർ മന്ദിറിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. അവിടെ സന്തോഷ പ്രകടനത്തിന്റെ കാഴ്ചകൾ. അഭിജിത് ദീപ് കെയും സംഘവും ജന്തർ മന്ദിറിൽ ആഹ്ലാദിക്കുന്നു. ഇത് പാർട്ടികളുടെ വിജയമാണ്. വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ CJP അങ്ങനെ 12 വർഷമായി BJPയുടെ മോദി സർക്കാരിന്റെ 3 ടേമിലും സംഭവിക്കാത്തതിന് സാധ്യമാക്കിയിരിക്കുന്നു. इस सरकार में इस्तीफे नहीं होते। क्या कहते थे? इस सरकार में इस्तीफे नहीं होते। हम कहना चाहते, झुकती है दुनिया, झुकाने वाला चाहिए। रुक जाओ। कंफर्म है, इससे आया कंफर्म है। ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ആ വാർത്ത ഇപ്പോൾ കൺഫേം ചെയ്തതിനു ശേഷമുള്ള അഭിജിത് ദീപ് കെയുടെയും പാർട്ടികളുടെ സംഘത്തിന്റെയും ആഹ്ലാദ പ്രകടനമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ജന്തർ മന്ദിറിൽ നിന്ന് തത്സമയം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. അങ്ങനെ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട നേതാവ്, 40 വർഷമായി RSSന്റെയും BJPയുടെയും മുഖം, ഒഡീഷയിലെ OBC വിഭാഗത്തിൽ ഉയർന്നു വന്ന നേതാവ്, BJPയുടെ തന്ത്രപ്രധാനമായ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റും ഇലക്ഷൻ മാനേജറുമായ ധർമ്മേന്ദ്ര പ്രധാൻ പാർട്ടികൾക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സ്ഥിരീകരിച്ചതിനു ശേഷമുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കാണുന്നത്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാകുന്നതോടെ ജന്തർ മന്ദിറിൽ CJPയും പുറത്ത് കോൺഗ്രസും ഇടത് സംഘടനകളും രാജ്യത്തുടനീളം യുവജന സംഘടനകളും പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിൽ മോദി സർക്കാരിന്റെ ആദ്യ വിക്കറ്റ് വീണിരിക്കുന്നു.